എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളുടെ പേഴ്സൻ്റെ തേർഡ് പേഴ്സണോടുള്ള കറണ്ട് ഫീലിംഗ്, ഇന്നത്തെ ഈ സമയത്തുള്ള കറണ്ട് ഫീലിംഗ്, അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ തേർഡ് പേഴ്സണ് നിങ്ങളുടെ പേഴ്സണോടുള്ള കറണ്ട് ഫീലിങ്ങും. ഓക്കെ, കറണ്ട് എനർജി ഫീലിംഗ് വേണ്ട, നമുക്ക് കറണ്ട് എനർജി നോക്കാം. ഓക്കെ, കറണ്ട് എനർജി ആയിരിക്കും നല്ലത്. നിങ്ങളുടെ പേഴ്സൻ്റെയും തേർഡ് പേഴ്സൻ്റെയും പരസ്പരമുള്ള കറണ്ട് എനർജി. ഓക്കെ, നമ്മളിതുവരെ അങ്ങനെ നോക്കിയിട്ടില്ല അല്ലേ? നോക്കാം. ഓക്കെ, ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത് കേട്ടോ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ തേർഡ് പേഴ്സണോടുള്ള കറണ്ട് എനർജി എന്ന് പറഞ്ഞു തരേണ്ടത്. Viewers in the person, the current energy for their third person. Viewers in the person, the current energy for their third person. Please guide. Two of Wands, Eight of Pentacles, King of Pentacles, Queen of Cups, Moon, Ace of Pentacles, Four of Cups, Six of Swords, Nine of Pentacles, Two of Pentacles, Nine of Wands, Six of Pentacles, Ace of Swords. നിങ്ങളുടെ പേഴ്സൺ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് ഉറപ്പായിട്ടും കാണുന്നുണ്ട് കേട്ടോ. നിങ്ങളും നിങ്ങളുടെ തേർഡ് പേഴ്സണും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ലോങ് ഡിസ്റ്റൻസിലാണ് പലരുടെയും കാര്യത്തിൽ എന്നും കാണുന്നുണ്ട്. ജോലി സംബന്ധമായിട്ടായിരിക്കാം. ഇവർ ഓൺ ആൻഡ് ഓഫ് അല്ലെങ്കിൽ ട്രാവൽ ചെയ്ത് പോയിട്ട് തിരിച്ചു വരുന്ന ആ രീതിയിൽ കോൺസ്റ്റൻറ്റ് ട്രാവലിംഗ് നിങ്ങളുടെ പേഴ്സണ് വേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തേർഡ് പേഴ്സണുമായിട്ട് സ്വല്പം ഒരു ജോഗ്രഫിക്കൽ ഡിസ്റ്റൻസിൽ കൂടുതൽ സമയം ഇരിക്കേണ്ടി വരുന്നതായിട്ട് കാണുന്നു. അവരവരുടെ ജോലി എല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ റെസ്പോൺസിബിലിറ്റീസ് അവരുടെ വീട്ടിൽ ആയിട്ട് എന്താണോ ചെയ്യേണ്ടുന്നത്, ആ തേർഡ് പേഴ്സണിൻ്റെ ഫൈനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് എല്ലാം തന്നെ അവർ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. എവിടെയൊക്കെ പൈസ സ്പെൻഡ് ചെയ്യേണ്ടതുണ്ടോ അതെല്ലാം വളരെ കൃത്യമായിട്ട് നോക്കിയും കണ്ടും അറിഞ്ഞും അവർ ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നു. അത്യാവശ്യം ഇമോഷണൽ കണക്ഷൻ നിങ്ങളുടെ തേർഡ് പേഴ്സണുമായിട്ട് നിങ്ങളുടെ പേഴ്സണ് ഉള്ളതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. അതേപോലെ പക്ഷെ ഓവറോൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവരുടെ റിലേഷൻഷിപ്പിൽ പഴയ ഒരു സ്പാർക്ക് നഷ്ടപ്പെട്ടു പോയതുപോലൊരു ഫീലിംഗ് അവർക്ക് ഉണ്ടാവുന്നുണ്ട്. അത് ഇവരുടെ സ്പൗസായിട്ട് തന്നെയാണ് എനിക്ക് കൂടുതലായിട്ടും കാണുന്നത് കേട്ടോ. ഫൈനാൻഷ്യലി എല്ലാ റെസ്പോൺസിബിലിറ്റീസും അത്യാവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആവട്ടെ, സേവിങ്സ് ആവട്ടെ, ദൈനംദിന ചിലവുകളാകട്ടെ, എല്ലാം തന്നെ നല്ല രീതിയിൽ അവർ നോക്കി നടത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ലോങ് ഡിസ്റ്റൻസിൽ ഇരിക്കുന്നവർ അവരുടെ സ്പൗസിനെ തേർഡ് പേഴ്സണെ മിസ്സ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ആഴ്ചയിലൊരിക്കലോ മാസത്തിലൊരിക്കലോ ഒക്കെ ട്രാവൽ ചെയ്ത് വന്നിട്ടായിരിക്കണം ഇവർക്ക് തമ്മിൽ കാണാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ മിസ്സിങ് എനർജി ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ കൂടുതലായിട്ടും സ്വന്തം കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നതായിട്ടും കാണുന്നു കേട്ടോ. അവിടെ തേർഡ് പേഴ്സണിൻ്റെ സുഖ സൗകര്യങ്ങൾ മാത്രമല്ല, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അവർ ഫൈനാൻസസ് ചിലവാക്കുന്നുണ്ട്. സ്വന്തം സന്തോഷങ്ങളും കൂടി നോക്കുന്നുണ്ട് എന്നർത്ഥം. സ്വല്പം സെൽഫിഷായിട്ട് കൂടി അവർ പെരുമാറുന്നുണ്ട് എന്നർത്ഥം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ രണ്ട് സിറ്റുവേഷനിൽ പെട്ട് ജഗിൾ ചെയ്യുന്നതായിട്ടും കാണുന്നു. രണ്ട് കാർഡ് തേർഡ് പാർട്ടി റിലേറ്റഡ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇവരുടെ റിലേഷനിലുള്ള തേർഡ് പാർട്ടി ആരാണ്? നിങ്ങളാണ് അല്ലേ? അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ തേർഡ് പേഴ്സണെ ഒളിച്ചിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്, പല കാര്യങ്ങളും മറച്ചു വെച്ചിട്ടുണ്ട് എന്നും കാണുന്നു. ഓക്കെ, ട്രാൻസ്പാരൻസി ഇല്ലാത്ത പോലെ ഒരു ഫീലിംഗ് അവിടെ കിട്ടുന്നുണ്ട്. പക്ഷെ ഫൈനാൻഷ്യൽ ഗിവ് ആൻഡ് ടേക്ക് വളരെ കൃത്യമായിട്ട് അവിടെ ചെയ്യുന്നുണ്ട്. അതുപോലെ പരസ്പരം അത്യാവശ്യം സ്നേഹവും ബഹുമാനവും ഇവർ കീപ്പ് ചെയ്യുന്നുമുണ്ട് കേട്ടോ. എന്ത് തന്നെയാലും ഇവർക്കൊരു റിയലൈസേഷൻ ഉണ്ട്. ഇവരുടെ ഈ സ്പൗസ് എന്ന് പറയുന്നവർ ലോങ് ടേം ഇവരുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും, അങ്ങനെ തന്നെ ആയിരിക്കും ജീവിതം എന്നുള്ള കാര്യം അവർ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുമുണ്ട് കേട്ടോ നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളുടെ തേർഡ് പേഴ്സൺ ഇച്ചിരി കൺട്രോളിങ് നേച്ചറുള്ള ഒരു വ്യക്തിയാണെന്ന് പലപ്പോഴും നിങ്ങളുടെ പേഴ്സണ് തോന്നാറുണ്ട് കേട്ടോ. ഇവർ അത്യാവശ്യം നിങ്ങളുടെ പേഴ്സണെ ചോദ്യം ചെയ്യാറുണ്ടായിരിക്കും. കാര്യങ്ങൾ പറഞ്ഞില്ലേ, വഴക്കുകൾ ഉണ്ടാവാറുണ്ട്, വാക്ക് തർക്കങ്ങൾ കുറച്ച് കൂടുതലായിട്ട് ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ചില സമയം ഇവർ
വീട്ടിൽ വരുമ്പോൾ മിണ്ടാതിരിക്കുക, ഇഗ്നോർ ചെയ്യുക, ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുക, അങ്ങനത്തെ പല കാര്യങ്ങൾ നിങ്ങളുടെ തേർഡ് പേഴ്സൺ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങളുടെ പേഴ്സണ് അത്ര ഒരു സന്തോഷകരമായ സാഹചര്യം അല്ല എന്ന് കാണുന്നു. ഓക്കെ, ഇവർക്ക് സ്ട്രെസ്സ് അനുഭവപ്പെടാറുണ്ട് എന്നും കാണുന്നു കേട്ടോ. ഇവരുടെ ഈ പെരുമാറ്റം കാരണം നിങ്ങളുടെ പേഴ്സണ് വളരെയധികം സ്ട്രെസ്സ് അനുഭവപ്പെടുന്നതായിട്ടും കാണുന്നുണ്ട്. കിങ് ഓഫ് സോർട്സ് വെച്ചിട്ട് രണ്ടുപേരും കിങ് ഓഫ് സോർട്സ് ക്വീൻ ഓഫ് സോർട്സ് ഞാൻ പറഞ്ഞില്ലേ, അവിടെ സ്പൗസ് തന്നെയാണ്. നിങ്ങളുടെ പേഴ്സണും ഒട്ടും മോശമല്ല. വാക്ക് തർക്കം തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണും വിട്ടുകൊടുക്കുന്ന ഒരു സ്വഭാവം ഇല്ല എന്ന് തന്നെയാണ്. അതൊരു കാര്യമായ വഴക്കിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഓക്കെ, അതേപോലെ പക്ഷേ ഇതിൽ നിന്നും ഈ ഒരു റിലേഷനിൽ നിന്നും പുറത്ത് കിടക്കാൻ അവർക്ക് പറ്റുന്നുമില്ല എന്നൊരു സിറ്റുവേഷനും ആണ് കേട്ടോ. കാരണം അവിടെ റെസ്പോൺസിബിലിറ്റിയാണ് തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് അവസാനം വരെ കൊണ്ടുപോകേണ്ടുന്ന സാധ്യത അവിടെ കാണുന്നുണ്ട്. കാരണം കുഞ്ഞുങ്ങൾ ഇൻവോൾവ് ആയിരിക്കും. സ്പൗസ് എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾ ഇൻവോൾവ് ആയിരിക്കും, സൊസൈറ്റി ഇൻവോൾവ് ആണ്, ഫാമിലി ഇൻവോൾവ് ആണ്. അതുകൊണ്ട് തന്നെ എടുത്തു ചാടിയ ഒരു തീരുമാനമൊന്നും എടുക്കാൻ നിങ്ങളുടെ പേഴ്സണ് കഴിയില്ല എന്ന് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ സ്വയം റെസ്ട്രിക്റ്റ് ചെയ്തിട്ടായാലും സമാധാനപരമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നാണ് കാണുന്നത്. ഇവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കൂടുതൽ കൂടുതൽ ജോലിയിലേക്ക് ബിസി ആയിട്ട് മനസ്സിനെ ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് നിങ്ങളുടെ പേഴ്സൺ അവരുടെ തേർഡ് പേഴ്സൻ്റെ അടുത്ത് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ തീരുമാനിച്ചിരിക്കുന്നത് എന്നും കാണുന്നുണ്ട്. ഓക്കെ, ഇതായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി അവരുടെ തേർഡ് പേഴ്സന് വേണ്ടിയിട്ട്. ഇനി തേർഡ് പേഴ്സൺ എന്താണ് ചിന്തിക്കുന്നത് നമുക്ക് നോക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലൈഫിലൊരു തേർഡ് പേഴ്സൺ ഉണ്ട്. ആ തേർഡ് പേഴ്സണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണോടുള്ള കറണ്ട് എനർജി എന്താണ്? വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ലൈഫിലുള്ള തേർഡ് പേഴ്സണാണ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണോടുള്ള കറണ്ട് എനർജി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. Three of Cups, Wheel, Queen of Pentacles, Temperance, Six of Pentacles, Eight of Wands, Four of Swords, Two of Pentacles, Empress, Five of Pentacles, Nine of Wands, Ten of Swords, ക്വീൻ ഓഫ് വാൻസ്. നേരെ അവരുടെ ഇതിൽ നോക്കിയതിൻ്റെ നേരെ അതിൻ്റെ റിഫ്ലക്ഷൻ തന്നെയാണ് ഇവിടെയും കാണുന്നത്. നിങ്ങളുടെ തേർഡ് പേഴ്സൺ നിങ്ങളുടെ പേഴ്സണെ കുറച്ച് കൺട്രോൾ ചെയ്യുന്ന ടെൻഡൻസി ഉള്ള ആൾ തന്നെയാണ് ക്വീൻ ഓഫ് വാൻസ് ഇവിടെയും വന്നിരിക്കുന്നത് കേട്ടോ. കാരണം അവർ ചിന്തിക്കുന്നത് അതായത് നിങ്ങളുടെ പേഴ്സൺ കുറച്ച് ഡിസ്ട്രാക്റ്റഡ് ആണ് എന്നവർക്ക് തോന്നാറുണ്ട് കേട്ടോ. അതായത് ഒരു ഇവർ സ്പൗസാണ്. ഓക്കെ, അതായത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പേഴ്സണും സ്പൗസാണ്, വിവാഹിതരാണ്. രണ്ടുപേരും തന്നെ പരസ്പരം വിവാഹിതരാണെന്ന് കാണുന്നു. അപ്പോൾ നിങ്ങളുടെ തേർഡ് പേഴ്സൺ വിചാരിക്കുന്നത് അവരുടെ സ്പൗസ് മറ്റൊരു സ്ഥലത്ത് കണക്റ്റഡ് ആണ് എന്നൊരു ഡൗട്ട് അവർക്കുണ്ട് ടു ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവരെ സാമാന്യം നിങ്ങളുടെ പേഴ്സണെ കൺട്രോൾ ചെയ്യാറുണ്ട്. കൂട്ടുകെട്ടുകൾ കൂടുതലാണ് എന്ന് പറയാറുണ്ട്. ആരോടാണ് നിങ്ങൾ സംസാരിച്ചത്, ആരുടെ മെസ്സേജാണ് വന്നത്, ഏതാണെന്നൊക്കെ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഫോളോ അപ്പ് നിങ്ങളുടെ തേർഡ് പേഴ്സൺ ചെയ്യാറുണ്ടെന്ന് കാണുന്നു കേട്ടോ. പക്ഷെ അവർക്ക് ഈ റിലേഷൻഷിപ്പ് ലൈഫ് ലോങ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം കേട്ടോ. ഇവരുടെ ഫാമിലി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള സകലവിധ പ്രിക്കോഷൻസ് അവർ എടുക്കുന്നുണ്ട്. ഫൈനാൻഷ്യലായിട്ടാവട്ടെ അവരും ജോബ് വർക്കിംഗ് ആയിരിക്കും. അവരുടെയും ഒരു ഷെയർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫൈനാൻഷ്യലായിട്ട് ആ ഫാമിലിയിലുള്ളതായിട്ടും കാണുന്നുണ്ട്. ഇവർ പ്രാർത്ഥിക്കാറുണ്ട് കുടുംബത്തിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് കരുതലുണ്ട്, ഭാവിയെക്കുറിച്ച് പ്ലാനിങ് ഉണ്ട്. വളരെ കേപ്പബിളായിട്ടൊരു വ്യക്തിയാണ് നിങ്ങളുടെ തേർഡ് പേഴ്സൺ എന്നും കാണുന്നു. ഓക്കെ, ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ മുന്നോട്ട് പോകണം എന്നാണ് അവരുടെ ആഗ്രഹം. സ്നേഹം കൊടുത്ത് സ്നേഹം കൈപ്പറ്റണം. ഫൈനാൻഷ്യലിയും റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഈക്വലായിട്ട് ഷെയർ ചെയ്യണം.
വേണ്ടുവോളം സ്നേഹിക്കണമെന്നൊക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ തേർഡ് പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവർ ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് ഇവരുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് അല്ലെങ്കിൽ വൈഫിൻ്റെ അടുത്ത്, സ്പൗസിൻ്റെ അടുത്ത്. ചുരുക്കി പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് നടക്കാറില്ല. അത് നടക്കാതിരിക്കുന്ന സമയത്ത് ഇവർ വല്ലാതെ സ്ട്രെസ്ഡ് ആവുന്നതായിട്ടും, അതായത് സ്പൗസ് സംസാരിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കാതിരിക്കുന്ന സമയത്താണ് ഇവർക്ക് അവിടെ മറ്റൊരു വ്യക്തിയുടെ സാന്നിധ്യം ഉണ്ട് എന്നൊരു ഡൗട്ട് വരുന്നത്. ഓക്കെ. പക്ഷെ ഇവർ അവരുടെ കുഞ്ഞുങ്ങളുടെ അച്ഛൻ അമ്മ സ്ഥാനത്തുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പാർട്ട്ണറെ അവർക്ക് റെസ്പെക്റ്റാണ്, ബഹുമാനമാണ്, സ്നേഹമാണ് കേട്ടോ. അതേപോലെ ഇടയ്ക്കെങ്കിലും ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങളുടെ തേർഡ് പേഴ്സണ് വരുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ഒരു തലവേദന ആയിരിക്കാം, മുട്ടുവേദന, കാല് വേദന, അങ്ങനത്തെ അതിനുവേണ്ടി ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതായിട്ടും പൈസ ചിലവാകുന്നതായിട്ടും കാണുന്നുണ്ട്. അതിൻ്റെ ഒരു സ്ട്രെസ്സ് വേറെ ഇവർ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ അവരെ വഞ്ചിക്കുന്നു എന്നൊരു ഭയം അവർക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ ഗാർഡഡ് ആയിട്ടാണ് അവർ നിങ്ങളുടെ പേഴ്സണെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ഈ കൺട്രോൾ എനർജി അവിടെ വരുന്നത് കേട്ടോ. പലരും ഓൺ ആൻഡ് ഓഫ് ആണെന്ന് കാണുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ പേഴ്സൺ ദൂരദേശത്തായിരിക്കാം, ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന അല്ലെങ്കിൽ ഫ്രീക്വൻ്റ്ലി ട്രാവൽ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവർ ഫേസ് ചെയ്യുന്നുണ്ട് എന്നും കാണുന്നു. ഓക്കെ. അവർ ഹൈലി കമ്മിറ്റഡ് ആണ് അവരുടെ മാരേജിൽ. അതായത് ലൈഫ് ലോങ് ആ മാരേജ് മുന്നോട്ട് കൊണ്ടുപോകണം. സൊസൈറ്റിയുടെ മുന്നിൽ ചോദ്യചിഹ്നം ആവരുത്, പാരൻസിൻ്റെ മുന്നിൽ, ഫാമിലിയുടെ മുന്നിൽ ചോദ്യചിഹ്നം ആവരുത് എന്ന് നിങ്ങളുടെ തേർഡ് പേഴ്സൺ കരുതുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ സ്റ്റേബിളായിട്ട് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ പ്രസൻസ് അവർക്ക് ഫീൽ ചെയ്യാറുണ്ട് ആ റിലേഷൻഷിപ്പിൽ. മൂന്നാമതൊരാളുണ്ട് എന്നൊരു ഫീലിംഗ് നിങ്ങളുടെ തേർഡ് പേഴ്സൺ ഉണ്ട് എന്ന് തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. ഇവരും വളരെ ബിസിയാണ്, ഒരുപാട് ബിസി ആയിട്ടിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇവർ ചിന്തിക്കുന്നത് അതിനോടൊപ്പം തന്നെ വർക്കെല്ലാം അതുപോലെ നടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഒരു തേർഡ് പേഴ്സൺ ഉണ്ടെങ്കിൽ ആ റിലേഷന് മേലെ വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. അതായത് അവരും അവരുടെ സ്പൗസും തമ്മിലുള്ള ആ റിലേഷൻ മെച്ചപ്പെടുത്തി എടുക്കേണ്ടിയിരിക്കുന്നു എന്നും അവർ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും ഉറക്കമില്ലായ്മ അനുഭവിക്കുന്നുണ്ട് എന്നും കാണുന്നു. കുറേ പേർക്കെങ്കിലും ലോങ് ഡിസ്റ്റൻസ് ആണ്, ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്തായിരിക്കാം ഇവർ രണ്ടുപേരും സെപ്പറേറ്റഡ് ആയിട്ട്. അതായത് സെപ്പറേറ്റഡ് എന്നല്ല, ലൈക്ക് ആ കാർഡ് ഞാൻ എടുത്തായിരുന്നു, പക്ഷെ ഒരു സൗണ്ട് ഓവർലാപ്പ് വന്നുകൊണ്ട് ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ വീണ്ടും പറയുകയാണ്. ആ ഭാഗം ഞാൻ ഡിലീറ്റ് ചെയ്യും കേട്ടോ എഡിറ്റിങ്ങിൽ. എന്നിട്ട് ഇതാണ് ഞാൻ വേൾഡ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞത്. അതായത് നിങ്ങളുടെ തേർഡ് പേഴ്സണും നിങ്ങളുടെ പേഴ്സണും ജിയോഗ്രാഫിക്കലി ഡിസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. ജോലി സംബന്ധമായിട്ടൊക്കെ ഇവർ ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്തായിരിക്കാം, നിങ്ങളുടെ പേഴ്സൺ പുറത്തായിരിക്കാം, ഇവർ വേറെ സ്ഥലത്തായിരിക്കാം, നേരെ തിരിച്ചുമായിരിക്കാം. ആ ലോങ് ഡിസ്റ്റൻസ് അവരെ ബോദർ ചെയ്യുന്നുണ്ട് എന്നും കാണുന്നു. ആകെപ്പാടെ ഒരു ഒറ്റപ്പെടൽ അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. സംസാരിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥ, അവരുടെ ഫീലിങ്സ് ആരോടും പറയാൻ പറ്റാത്തൊരവസ്ഥ എന്നിങ്ങനെ അവർ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ പേഴ്സൻ്റെയും ഇവരുടെയും റിലേഷൻഷിപ്പ് ലോങ് ടേം ഉള്ളതാണെന്ന് കാണുന്നു. ഒരുപാട് കാലമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. ലോങ് ടൈം മാരീഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരുപാട് കാലമായിട്ട് ഇവർക്ക് പരസ്പരം അറിയാം. ഇവരുടെ ഇടയിൽ ഒരുപാട് ഓർമ്മകളുണ്ട്, ഇവരതെല്ലാം ഓർക്കാറുണ്ട് എന്നും കാണുന്നു. ഓക്കെ. നിങ്ങളുടെ തേർഡ് പേഴ്സൺ നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി പ്രാർത്ഥനകൾ അങ്ങനെ എല്ലാം ചെയ്യാറുണ്ട് കേട്ടോ. അർച്ചന ചെയ്യുക, പ്രാർത്ഥന ചെയ്യുക, നേർച്ചകൾ നേരുക, അങ്ങനെയെല്ലാം അവർ ചെയ്യാറുണ്ട് എന്നും കാണുന്നു. ഓക്കെ. അവർ തീർച്ചയായും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ലൈഫ് ലോങ് മുന്നോട്ട് പോകണം, പരസ്പര സ്നേഹത്തോടെ കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് സ്വാഭാവികമായിട്ടും അവർ ചിന്തിക്കുന്നത്. കാരണം ഇവർ അവരുടെ സ്പൗസാണ്. അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് എനർജി, വളരെ സ്നേഹത്തിൻ്റേതായിട്ടുള്ള ഒരു എനർജി ഇവരുടെ ഭാഗത്തു നിന്നും അവർക്ക് കിട്ടുന്നതായിട്ട് കാണുന്നു. ഓക്കെ. ഇത്രയും മതി. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പും കൂടെ ചെയ്യുക കേട്ടോ. വേറൊന്നുമില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.